ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇനി പണ്ടത്തെ പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. പിന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന സിനിമയുടെ നമ്മുടെ മമ്മൂക്കയുടെ എൻട്രീൻ്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബ്രഹ്മയുഗം എന്ന സിനിമ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ലിങ്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയുക, ഞാൻ താഴത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ വീട്ടിലോട്ട് പോകാം. അർജുൻ അശോകനെ കാണിക്കുന്നത് അവരൊരു കാടിൽ വഴി തെറ്റിയിട്ട് ഒരു മനന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. കസേരയുണ്ട്. ഓ, ഫ്രണ്ട് സൈഡിൽ ആരെയും കാണുന്നില്ല. എന്താ മനയാണോ? മൊത്തം കാട് പിടിച്ചെടുക്കണ്ടല്ലോ. ഓ, വിഷമത്ത് തേങ്ങ പൊതിക്കാണ്. സിദ്ധാർത്ഥ് വിശന്നിട്ടെടുത്ത പിന്നെ ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. കാലം പോലെ കലങ്ങി മറന്നൊരു പുഴ വേറില്ല, അത് തിരിഞ്ഞും മറന്നു കൊടുക്കും. അക്കരെ കിടക്കാൻ എളുപ്പമല്ല. അക്കരെ കിടക്കാൻ എളുപ്പമല്ല. ഓ, ആരാ? പോറ്റിയുണ്ട് നമ്മൾ മമ്മൂക്കിയുടെ ക്യാരക്ടറിന്റെ നെയിം. ഓ, തമ്പുരാൻ മ്യൂസിക് കിട്ടോ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. വെറ്റില് മുറുക്കൊക്കെ കൊടുക്കണം, മുറുക്കാൻ. ഇപ്പം ഫേസ് കാണിച്ചിട്ടില്ല കേട്ടാ, നമ്മുടെ മമ്മൂക്കിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും ഇപ്പൊ കാണിച്ചിട്ടില്ല.
എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓ, അർജുന അശോകന്റെ പേര് തേവൻ. പുഴവടക്കം. പാടൻ ബാണഭട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ. അയ്യോ, അതൊന്നുമില്ല. എന്നാ പിന്നെ പൂമണിപ്പാണനാരുടെ പിന്മുറക്കാരനാവും അല്ലേ? ഓ, പാട്ടുകാരൻ. നേരെ നോക്കാം. ചിലപ്പോ മമ്മൂക്കിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ. ഓ, ആണിക്കിഴൊന്നും പാടുവോ? പാടുവോ? പാടും. പാടുക. ചോദിച്ചാലും മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാവില്ല, കർമ്മം കൊണ്ടാ. ചോദ്യം ഒന്നിനൊക്കെ പിന്നെയാവും. ഇപ്പൊ ഒരു പാട്ട് പാടാ, കേൾക്കട്ടെ. ഒരു പാട്ടോടെ കേൾക്കട്ടെ. ഇതിനൊക്കെ നേരവും കാലം പറ്റോ? പാടുക. ഇപ്പോൾ അർജുന അശോക് ഒരു പാട്ടും കാര്യങ്ങളൊക്കെ പാടും കേട്ടോ. കുറച്ച് ഞാൻ സ്പീഡായിട്ട് അടിച്ചോടുണ്ട് കേട്ടോ. സിദ്ധാർത്ഥന് ദേഷ്യം എന്തൊക്കെ വരുന്നുണ്ട്. പാട്ട് കഴിഞ്ഞിട്ടോ. പാട്ട് അസലായി. ഇതിപ്പോ ഓരോത്തായിരുന്നെങ്കിൽ തമ്പുരാൻ തനിക്ക് പാട്ടും പടയും തന്നിട്ടുണ്ടാവും. കേട്ടു പഠിച്ചത് പാടിയേ ഉള്ളൂ. അതിനുള്ള യോഗ്യതയൊന്നുമില്ല. മതി മതി. സിദ്ധാർത്ഥന് അവന് ഇഷ്ടമല്ല കേട്ടോ. ഓ, തുപ്പാൻ വേണ്ടി വെറ്റില്ല ആ പെട്ടി വെക്കുന്നുണ്ട്. ഓ, സിദ്ധാർത്ഥിന്റെ മേലെ തന്നെ തുപ്പി. വെപ്പുകാരെന്താ അറിയാം, മാറിക്ക. വരവും പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടായി. സന്തോഷം. കുറച്ചു ദിവസമായി മുഴുപട്ടിയായിരുന്നു. അതറിയാം. ഇനി അതോർത്ത് വിഷമിക്കാണ്. തനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ കൂടാം. ഞാൻ പറയുമ്പോഴൊക്കെ പാടിയാ മതി. എനിക്ക് പോകാണ്ട് വയ്യ. മമ്മൂട്ടിന്റെ ഭാവങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ടോ. ഉപകാരം നിരസിക്കുന്നത് അനാദരവാണെന്നറിയില്ലേ? കുടുംബം പോറ്റി ഒരു കാര്യം പറഞ്ഞാൽ കുടുംബം പോറ്റി അതാരും അനുസരിക്കാതിരുന്നിട്ടില്ല. ഭരണമെടുക്കുക. ഇനി തുറന്നൊന്നും പറയണ്ട. നിനക്ക് ഇവിടെ നിൽക്കാം. തെടുത്തലൊന്നും വരണ്ട. ശരി. ഓ, അർജുന സമ്മതിച്ചിട്ടോ. എന്നാ കയറി വരിക. ഞാൻ പാടല്ലേ, പോകുമ്പോഴത്തേക്ക് കേറാൻ പാടും. ഞാൻ അങ്ങനെ കരുതണില്ലെങ്കിലോ? നമുക്കില്ല, ആക്ടിങ് ആണ് ഒക്കെ ഫേസിലെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ഭാവവ്യത്യാസമാണെങ്കിലും ഓരോതിലും. ആഗതനായ അതേ ഇഷ്ടായാൽ സ്വീകരിക്കും. അത് പട്ടേരി ആയാലും പാണനായാലും. താനിവിടെ കയറി വരിക. ഇവിടെ താമസിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ആ കോമ്പരുടെ അപ്പുറത്തുള്ള മുറി തുറന്നു കൊടുക്കുക. ഉണ്ടോ വേണ്ട എന്താ വെച്ചാൽ ഇപ്പൊ റൂമും മുണ്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനാണെങ്കിൽ ഉള്ളിലോട്ട് പോകുന്നുണ്ട്.
അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് മമ്മൂക്കയുടെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് പ്രതീക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇനിയും സിനിമ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു പകിടുകളുണ്ട്, അതേപോലെ ഇൻട്രോയിൽ ബ്ലോക്കിൻ്റെ അതുണ്ട്, ക്ലൈമാക്സ് സീന്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊന്നുമില്ല, നമ്മുടെ അർജുൻ അശോകനാണെങ്കിൽ ഒരു അക്കരെ കിടക്കാൻ വേണ്ടി, പുഴ കിടക്കാൻ വേണ്ടി പറ്റില്ല, പുഴ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ വഴി തെറ്റിയിട്ട് ഈ മനയിലോട്ട് വന്നാണ്. അവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ ആരെയും കണ്ടില്ല. അപ്പോൾ നേരെ കിച്ചൺ സൈഡിൽ പോയിട്ട് ഒരു തേങ്ങ കട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ആരാന്നൊക്കെ ചോദിച്ച് അവർ സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്തു. സിദ്ധാർത്ഥനാണെങ്കിൽ ഇത് ഏതാ മാസം അല്ലാണ്ട് ഇത് ഒന്നും അവനിക്ക് ഓർമ്മയില്ല, ഒന്നും അറിയില്ല. എല്ലാം നമ്മുടെ അർജുൻ അശോകനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ആരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകനായ കുടുംബം പൂച്ചി മമ്മൂക്ക വരുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ അവനൊരു പാട്ടുകാരനാണെന്ന് പറയുന്നു, അവനൊരു പാട്ട് പാടിപ്പിക്കുന്നു, ഇവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നു. ആദ്യം എതിർക്കുമെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞത് ആരും അനുസരിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അർജുൻ അശോകൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനക്ക് റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഇതിൽ മമ്മൂക്കയുടെ ഓരോ ഫേസ് എക്സ്പ്രഷൻ, ഭാവമാറ്റം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡയലോഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കിടുമായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.